അനമോർഫിക് എന്ന ടേം നമുക്കിടയിൽ ചർച്ചയാകുന്നത് എമ്പുരാൻ പുറത്തിറങ്ങിയ സമയത്താണ്. ഐമാക്സിനെ പറ്റിയുള്ള ചർച്ചകൾ വന്നത് ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി വന്നപ്പോഴും. ഇന്ത്യയിൽ ഒരിടത്ത് പോലുമില്ലാത്ത ഒരു സ്ക്രീൻ റേഷ്യോയിൽ പടം എടുത്തു വെച്ച് അതിൻ്റെ പ്രൊമോഷനായി നോളൻ ഇങ്ങ് മുംബൈ വരെ വന്നു. ഐമാക്സിനായി ഷൂട്ട് ചെയ്ത വാരണാസിയാണ് പക്ഷേ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഐമാക്സിനായി ഷൂട്ട് ചെയ്ത ആദ്യ ഇംഗ്ലീഷ് ഇതര ചിത്രമാണ് വാരണാസി എന്നാണ് രാജമൗലിയുടെ വാദം. ഇതേ അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്ന ദ 800 എന്ന ചൈനീസ് ചിത്രവും വാരണാസിയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എന്താണ്? രണ്ട് സിനിമകളും ഐമാക്സിനായി ഷൂട്ട് ചെയ്തവ. രണ്ട് വാദങ്ങളും ശരിയാണ് താനും. അതെങ്ങനെ? ഐമാക്സ് 70mm ക്യാമറ ആദ്യമായി ഉപയോഗിക്കുന്ന ഹോളിവുഡ് ഫീച്ചർ ഫിലിം നോളന്റെ ഡാർക്ക് നൈറ്റ് ആണ്. ക്യാമറ ലൗഡ് ആയതിനാൽ ആക്ഷൻ സീക്വൻസുകളിൽ മാത്രമാണ് അന്നത് ഉപയോഗിച്ചത്. സിനിമയിലെ ഏകദേശം 28 മിനിറ്റോളം ഐമാക്സ് ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ്. നോളൻ സക്സസ്ഫുള്ളി സിനിമ എടുത്തതോടെ പിന്നീട് ഒരുപാട് സംവിധായകർ തങ്ങളുടെ സിനിമകളിലും ഐമാക്സ് ക്യാമറകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും അതിൻ്റെ ഭാരവും ശബ്ദവും കാരണം ഒരു മുഴുവൻ സിനിമ ഐമാക്സ് ക്യാമറയിൽ എടുക്കാൻ പലർക്കുമായില്ല, ഇൻക്ലൂഡിങ് നോളൻ. ഒരു സിനിമ മുഴുവനായി ഐമാക്സിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈറ്റ് വെയ്റ്റഡ് സൈലന്റ് ക്യാമറ വേണമെന്ന് ഐമാക്സ് തിരിച്ചറിഞ്ഞു. ഇതിന് പരിഹാരമെന്ന നിലയിൽ അവർ 2015 ജർമ്മൻ ക്യാമറ കമ്പനിയായ ഏരിയുമായി കൈകോർക്കുകയും കസ്റ്റമൈസ് ചെയ്ത ഒരു ക്യാമറ നിർമ്മിക്കുകയും ചെയ്തു. ഐമാക്സ് ഏരി 2D ഡിജിറ്റൽ ക്യാമറ. ഐമാക്സ് സോഫ്റ്റ്വെയറും വർക്ക് ഫ്ലോയും സെറ്റ് ചെയ്ത ക്യാമറയായിരുന്നു ഇത്. അതുവഴി ഉയരം കൂടിയ 1.90:1 റേഷ്യോയിൽ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനായി. ഈ ക്യാമറ യൂസ് ചെയ്ത ആദ്യ ഹോളിവുഡ് സിനിമയാണ് മാർവലിൻ്റെ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ. സിനിമയിലെ 15 മിനിറ്റ് നീളുന്ന എയർപോർട്ട് ഫൈറ്റാണ് അവർ ഷൂട്ട് ചെയ്തത്. ഇത് വിജയിച്ചതോടെ റൂസോ ബ്രദേഴ്സ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ മുഴുവൻ ആ ക്യാമറയിൽ ഷൂട്ട് ചെയ്തു. ഐമാക്സ് ഏരി കസ്റ്റമൈസ്ഡ് ക്യാമറ ഹിറ്റായെങ്കിലും ടെക്നോളജി അതിവേഗം വികസിക്കുന്നത് ഐമാക്സിന് വെല്ലുവിളിയായി. അതേസമയം സോണിയും റെഡും പോലുള്ള കമ്പനികൾ പ്രീമിയം ലാർജ് ഫോർമാറ്റ് ഡിജിറ്റൽ ക്യാമറകൾ പുറത്തിറക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഐമാക്സ് ട്രാക്ക് മാറ്റി. 2020 ഫിലിംഡ് ഫോർ ഐമാക്സ് എന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ഇതിലൂടെ ഐമാക്സ് സ്റ്റാൻഡേർഡും റെസൊല്യൂഷനും സെൻസർ സൈസും എല്ലാം പാലിക്കുന്ന ഹൈ എൻഡ് ക്യാമറകൾക്ക്, അതിപ്പോൾ സോണിയോ പാനാവിഷനോ ഏരിയോ കമ്പനി ഏതുമായിക്കോട്ടെ, അവർക്കെല്ലാം ഐമാക്സ് സർട്ടിഫിക്കേഷൻ നൽകി. പിന്നീട് ഇങ്ങോട്ട് നിരവധി സിനിമകൾ ഈ ക്യാമറകളിൽ ഷൂട്ട് ചെയ്യുകയും ഫിലിംഡ് ഫോർ ഐമാക്സ് എന്ന ടാഗിൽ പുറത്തിറങ്ങുകയും ചെയ്തു. 2020 ചൈനീസ് വാർ എപ്പിക്കായ ദ 800 ആണ് ഐമാക്സ് സർട്ടിഫൈഡ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ആദ്യ ഇംഗ്ലീഷ് ഇതര സിനിമ. ഐമാക്സ് സർട്ടിഫൈ ചെയ്ത ഏരി അലക്സ 65 ഡിജിറ്റൽ ക്യാമറയിലാണ് സിനിമ പൂർണ്ണമായും ചിത്രീകരിച്ചത്. എന്നാൽ സിനിമ 1.90:1 ഡിജിറ്റൽ ഐമാക്സ് ഫോർമാറ്റിലാണ് തിയേറ്ററുകളിൽ എത്തിയത്. രാജമൗലിയുടെ വാരണാസി എത്തുന്നതോ മാസീവ് 1.43:1 ട്രൂ ഐമാക്സ് ഫോർമാറ്റിലും. ഈ ഫോർമാറ്റിൽ എത്തുന്ന ആദ്യ ഇംഗ്ലീഷ് ഇതര ചിത്രമാണ് വാരണാസി. ഇങ്ങനെയാണ് ആ രണ്ട് വാദങ്ങളും ശരിയായി മാറുന്നത്. ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത സ്ക്രീൻ റേഷ്യോയിലാണ് രാജമൗലിയും തൻ്റെ സിനിമയെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അതായത് നോളൻ ഒഡീസി എത്തിച്ച അതേ റേഷ്യോ. നോളൻ്റേതുപോലെ ഐമാക്സ് ക്യാമറയല്ല, പകരം ഐമാക്സ് സർട്ടിഫൈഡ് ക്യാമറയാണ് രാജമൗലി ഉപയോഗിക്കുന്നത്. ലോകത്താകെ 41 തിയേറ്ററുകളിലാണ് ഈ റേഷ്യോയിലുള്ള സ്ക്രീനുകളുള്ളത്. ഒഡീസി എത്തിയപ്പോൾ ആ റേഷ്യോയിൽ കാണാനായി പലരും രാജ്യങ്ങൾ താണ്ടിയൊക്കെ തിയേറ്ററിൽ എത്തിയിരുന്നു. വാരണാസിയിലെ ലോകത്തെ ഡിസൈൻ ചെയ്യുന്നേരം ഒരു വലിയ ഫോർമാറ്റ് വേണമെന്ന് തിരിച്ചറിഞ്ഞു. അതിന് എന്ത് ചെയ്യാനാകുമെന്ന് ചിന്തിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ഐമാക്സ് ആണ്. ഗ്ലിംസ് റിലീസ് ചെയ്യുന്നേരം അത് ഓഡിയൻസ് ബിഗ് സ്ക്രീനിൽ കാണണമെന്നുണ്ടായിരുന്നു. എന്നാൽ അത്രയും വലിയൊരു സ്ക്രീൻ ഇന്ത്യയിലില്ല. അങ്ങനെയാണ് ഗ്ലോബ് ട്രോട്ടർ ഇവന്റിൽ ഒരു സ്ക്രീൻ ബിൽഡ് ചെയ്യാമെന്ന് ചിന്തിക്കുകയും ബിൽഡ് ചെയ്യുന്നതും. സിനിമയുടെ ഗ്ലിംസ് റിലീസ് ചെയ്തതിനെ പറ്റി രാജമൗലി പറഞ്ഞ വാക്കുകളാണിത്. ഒരു അഭിമുഖത്തിൽ ഐമാക്സിനോട് ഇന്ത്യയിൽ ബിഗ് സ്ക്രീനുകൾ വേണമെന്ന് ആവശ്യപ്പെടുമെന്നും രാജമൗലി പറഞ്ഞിരുന്നു. CE 512 മുതൽ 2071 വരെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ലോങ് പീരിയഡിലാണ് വാരണാസിയുടെ കഥ നടക്കുന്നത്. വാരണാസിയിൽ നിന്ന് ആരംഭിച്ച് അന്റാർട്ടിക്കയും ആഫ്രിക്കയും ആൻഷ്യൻ റോമും വഴിയെല്ലാം സഞ്ചരിച്ച് തിരിച്ച് വാരണാസിയിലെത്തി കഥ അവസാനിക്കും. മേജർ ലാർജ് സ്കെയിൽ ആക്ഷൻ സീക്വൻസുകളടക്കം 80% ഷൂട്ട് പൂർത്തിയാവുകയും ചെയ്തു. 2027 ഏപ്രിൽ 7 രാജമൗലിയുടെ മാഗ്നം ഒപ്പസ് തിയേറ്ററുകളിൽ എത്തുന്നത്.